പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന ചെറുവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഏഴിമല അഹമ്മദ് മുസ്ലിയാരുടെ ഖബറിന് നീളം കൂടിയത് ബോധ്യപ്പെടാൻ മക്കളായ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ നേതൃത്വത്തിൽ ഖബർ പരിശോധന നടത്തി. ഖബറിന് 2.5 അടിയോളം നീളം കൂടിയതായി തെളിഞ്ഞതോടെ ജമാഅത്ത് നേതാക്കൾ വെട്ടിലായി. 1 മാസം മുമ്പ് ഏഴിമല ഉസ്താദിന്റെ മകൻ EN മഹമ്മൂദ് മുസ്ലിയാർ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ വസിയത്ത് പ്രകാരം പിതാവായ ഏഴിമല ഉസ്താദിന്റെ സമീപത്താണ് ENനെ ഖബറടക്കിയിരുന്നത്. EN മഹമ്മൂദ് മുസ്ലിയാരെ മറവ് ചെയ്തതിനു ശേഷം പിതാവിന്റെ ഖബർ നന്നാക്കാൻ ശ്രമിച്ച മക്കൾ ഖബർ വൃത്തിയാക്കിയതോടെയാണ് ഏഴിമല ഉസ്താദിന്റെ ഖബറിന് നീളം അധികമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. ഖബർ വലുതായത് നാട്ടിൽ ചർച്ചയായി. ഏഴിമല ഉസ്താദിന്റെ മക്കളും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകരും നേതാക്കളുമായ ഒരു വിഭാഗം ഇതിനെ എതിർക്കുകയും ഖബർ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മഹല്ല് കമ്മിറ്റിക്ക് കത്ത് നൽകുകയും ചെയ്തു. ഇതുപ്രകാരം ഇവരുടെ സുന്നികളായ മക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഖബർ തുറന്ന് പരിശോധിച്ചപ്പോൾ സത്യം ബോധ്യപ്പെടുകയായിരുന്നു. ജമാഅത്തുകാരായ മക്കളുടെ നേതൃത്വത്തിൽ ഖബർ മാന്തുന്ന ദൃശ്യത്തിലേക്ക്. അടിയിൽ വായ കല്ലുണ്ടാവില്ല, ഇപ്പം അതാണല്ലോ അടിയിൽ കല്ല് ഒരിക്കലും തോന്നൂലല്ലോ. ഇത് അടി ഉണ്ടാക്കാനല്ല, ഈ വിഷയം തീരാൻ വേണ്ടിയിട്ടാണ് മാഷി. അപ്പൊ അതൊന്ന് പിന്നെ ഇന്ന് രാവിലെയാണ് ഖബർ പരിശോധിച്ചത്. മെയ്സാൻ കല്ല് പരിശോധിച്ചാൽ മതിയെന്ന് ആദ്യം പറഞ്ഞ ഇവർ ഖബറിന്റെ അടിക്കല്ല് വരെ പരിശോധിച്ചു. പരിശോധനയിൽ സാധാരണ ഖബറിനുള്ള നീളത്തേക്കാൾ 2.4 അടി നീളം കൂടുതലാണെന്ന് ഇവർക്ക് ബോധ്യമായി. മധ്യസ്ഥരായ ചേറ്റൂർ മുഹമ്മദ്, മോയൻ കൊളക്കാടൻ, സത്താർ കൊളക്കാടൻ എന്നിവരുടെയും മഹല്ല് ഭാരവാഹികളായ അബൂബക്കർ മാസ്റ്റർ, മോയിൻ ബാപ്പു, ഗുലാം ഹുസൈൻ എന്നിവരുടെയും സാന്നിധ്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ പിതാവിന്റെ ഖബർ മാന്തിയത്. ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതനും സജീവ പ്രവർത്തകരുമായ EN ഇബ്രാഹിം മൗലവി, മുഹമ്മദ് മൗലവി, അബ്ദുൽ ജലീൽ, അബ്ദുറഹ്മാൻ, പേരമക്കളായ യൂസുഫ്, ജൌഹർ, റസാഖ്, ആദിൽ എന്നിവരാണ് ഖബർ കുഴിക്കാൻ നേതൃത്വം നൽകിയത്.